അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നാം എല്ലാവരും എല്ലാ ദിവസവും ഉറങ്ങുന്നവരാണ്. ആ ഉറക്കത്തിൽ നിന്നും നമ്മൾ ഉണരുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന വലിയ അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കത്തിൽ നിന്നും ഉണരാൻ കഴിയുക എന്നുള്ളതും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. രണ്ട് സഹോദരങ്ങൾ ഉറ്റ ചങ്ങാതിമാരാണ്. അവർ ബിസിനസ്സുകാരാണ്. അവർ രണ്ടുപേരും കൂടി ഗുജറാത്തിലെ സൂറത്തിൽ അവരുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പോയി. പകലന്തിയോളം അവരവിടെ കടകളിലൊക്കെ കയറി ഇറങ്ങി ആവശ്യത്തിന് പർച്ചേസ് നടത്തി ക്ഷീണിതരായി അവരുടെ റൂമിലേക്ക് അവർ തിരിച്ചു വന്നു. രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് അവർ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ്. സുബഹിയുടെ സമയമായി. തൊട്ടടുത്ത പള്ളിയിൽ നിന്നും സുബഹിയുടെ ബാങ്ക് കേട്ടു. ഒരു സഹോദരൻ എഴുന്നേറ്റു, മറ്റൊരു സഹോദരനെ വിളിച്ചു. സുബഹിയുടെ ബാങ്ക് കേട്ടിട്ടുണ്ട്, നമസ്കരിക്കാൻ പോകണം. ആ സഹോദരൻ അനങ്ങുന്നതേയില്ല. ക്ഷീണമാണെന്ന് വിചാരിച്ചു. ഗാഠനിദ്രയിലാണ്. അംഗസ്നാനമൊക്കെ വരുത്തി ഉളുവൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകാൻ നേരം വീണ്ടും ഒന്നുകൂടി വിളിച്ചു, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്, എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോഴും അനക്കമില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ സഹോദരൻ വീണ്ടും റൂമിലേക്ക് തിരിച്ചു വരുമ്പോഴും ഉറക്കത്തിൽ തന്നെയാണ് ഈ സഹോദരൻ. നമസ്കാരം ഖളാ ആകാറായിട്ടുണ്ട്, എഴുന്നേൽക്കാൻ പറഞ്ഞു. തട്ടി വിളിച്ചു, അനക്കമില്ല. നെഞ്ചിലേക്ക് കൈവച്ചു നോക്കി, മൂക്കിലേക്ക് വിരൽ വെച്ചു നോക്കി, ശ്വാസമില്ല. നെഞ്ചിൻ്റെ മിടിപ്പ് അവസാനിച്ചതുപോലെ തോന്നുന്നു. തൊട്ടടുത്തുള്ള ഹോട്ടലിലെ ജീവനക്കാരെ അറിയിച്ചു. അവർ വന്ന് നോക്കുമ്പോഴും മരണപ്പെട്ടു പോയതുപോലെയാണ് അവർക്കും തോന്നിയത്. തൊട്ടടുത്ത പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞിട്ട് അതുവഴി നടക്കാനിറങ്ങിയ ഒരു ഡോക്ടർ, ആ ഡോക്ടറോട് വിവരം പറഞ്ഞു. ഡോക്ടർ പെട്ടെന്ന് റൂമിലേക്ക് വന്നു. അദ്ദേഹം വിധി എഴുതി, ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന്. കഴിഞ്ഞ രാത്രിയിൽ രണ്ടു പേരും കൂടി കിടന്നുറങ്ങിയതാണ്. ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, മറ്റേയാളെ നിത്യമായ നിദ്രയിലേക്ക് അല്ലാഹു തള്ളിവിട്ടു. അദ്ദേഹത്തിന് അല്ലാഹു തആല വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നില്ല. ഉറക്കിന് ശേഷം ഉണരുക എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഉറക്കം അന്നൗമു അഹുൽ മൗത്ത്, ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉറക്കമെന്ന് പറയുന്നത് ചെറിയൊരു മരണമാണ്. ആ ഉറക്കിന് ശേഷം പ്രിയമുള്ള സഹോദരങ്ങളെ, ഉണരുന്നത് മരണത്തിന് ശേഷം ജീവിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത്. നോക്കൂ, അവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നവരാണ്. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കിൽ നിന്നും ഉണർത്തി, ഒരാൾ നിത്യമായ നിദ്രയിലായി പോയി. ചെറിയ ഒരു മരണത്തിലൂടെ വലിയ മരണത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ കൊണ്ടുപോയി. നമ്മളെന്നും ഉറങ്ങുന്നവരാണ്, ഉറക്കം ആസ്വദിക്കുന്നവരാണ്. പക്ഷേ ആ ഉറക്കം എന്ന് പറയുന്നത് മരണമാണ്. മരണത്തെ നമ്മൾ ആസ്വദിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ ചെറിയ മരണത്തിൽ നിന്നും ഒരു ജീവിതത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നതിന് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. എന്നും നമുക്ക് ഉറക്കിൽ നിന്നും വീണ്ടും ഉണരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉറക്കിൽ നിന്നും നമ്മൾ ഉണരുമ്പോൾ, നമ്മുടെ കിടപ്പറയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ ദുആ ചൊല്ലാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങളെല്ലാവരും ഇത് ദുആ അറിയുന്നവരുമാണ്, കൃത്യമായി നമ്മൾ ചൊല്ലുന്നവരും. മറന്നുകൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആരെങ്കിലും ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഇത് കേട്ടിട്ട് നിങ്ങൾ ചൊല്ലണം. നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെയും ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവരൊക്കെയും ചൊല്ലട്ടെ. ഉറക്കമാകുന്ന ചെറിയ മരണത്തിൽ നിന്നും നിത്യമായ ഉറക്കത്തിലേക്ക് അള്ളാഹു തള്ളിവിടാതെ വീണ്ടും ആ ഉറക്കിൽ നിന്നുള്ളൊരു ഉണർച്ച നമുക്ക് നൽകാൻ അള്ളാഹുവിനോട് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഈ ദുആ നിങ്ങൾ ചെയ്യുക. ദുആയിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്താൽ ഇതുപോലെയുള്ള അറിവുകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും. എന്താണ് ആ ദുആ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഒരു മരണത്തിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അവനിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കവും. അത്ര അർത്ഥവത്തായൊരു ദുആയാണ്. അള്ളാഹുവിനെ നമ്മൾ ഉറക്കിൽ നിന്ന് വീണ്ടും ഉണർന്നതിൻ്റെ പേരിൽ അവനെ നമ്മൾ സ്തുതിക്കുമ്പോൾ
അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും ഈ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കും. ആ രീതിയിൽ അള്ളാഹു നമുക്ക് രണ്ട് ലോകത്തും അവൻ്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും അവൻ്റെ വിശാലമായ കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമുക്കൊരറിവുമായിട്ട് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.